ഹലോ. ഇന്ന് നമുക്കേ ഈ ഷോൾ വെച്ചിട്ട് ഒരു സ്കേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. പക്ഷേ സ്കേർട്ട് ചെയ്യാനേ എനിക്ക് മെഷീനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഷോൾ വെച്ചിട്ട് എങ്ങനെ സ്കേർട്ട് ചെയ്യാമെന്ന് നോക്കുക. അപ്പം അന്നേരമാണ് ഞാൻ ആലോചിച്ചത്, FBയിലൊക്കെ കാണുമല്ലോ എല്ലാവരും കൈത്തയ്യൽ തയ്ച്ചിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ച് സൂചി നൂലും വെച്ചിട്ട് തന്നെ കൈത്തയ്യലും വെച്ച് ഒരു സ്കേർട്ട് ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞൊറിവൊക്കെ എടുത്ത് ഞാൻ നോക്കുവാണേ. അങ്ങനെ നോക്കിയപ്പോൾ ശരിയാവുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടി ഞാൻ ഷോൾ എടുത്ത് ബെഡിൽ വിരിച്ചിട്ട് ഇങ്ങനെ ഞൊറിവിന് വേണ്ടിയിട്ടുള്ള മടക്കി വെച്ച്. അത് വലിയൊരു ഷോളാണ്, ബെഡ്ഷീറ്റ് പോലെ ഇരിക്കുന്ന ഒരു ഷോള്. അത് ദേഹത്തിടാനും ഭയങ്കര പാട്. അന്നേരം ഒരു സ്കേർട്ട് തയ്ക്കാനുള്ള വലിപ്പമുണ്ട്. അപ്പോൾ തയ്ക്കാമെന്ന് വിചാരിച്ച അന്നേരം അതിൻ്റെ അടിയിൽ പിന്നെ ലൈനിങ്ങൊക്കെ ഇടാനൊക്കെ പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അടിയിലൊരു പാൻറ് ഇട്ടിട്ടിടാം. അപ്പോൾ ആ ഞൊറിവിനെ നമ്മൾ ഓരോ ഞൊറിവിനെയും ഈ സൂചി വെച്ചിട്ട് പിൻ ചെയ്ത് കുത്തിക്കെട്ടി വെക്കുവാണ്. അത് ഞൊറിവ് കഴിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചിട്ട് കുത്തിക്കെട്ടി വെച്ചേക്കുക. അപ്പോൾ അന്നേരം ഓരോരോ മൂലയും ഇങ്ങനെ കുത്തിക്കിട്ടുമ്പോൾ ആ ഞൊറിവ് അതുപോലെ തന്നെ നിൽക്കും. അങ്ങനെ എല്ലാം അതുപോലെ നമുക്ക് സൂചി നൂലും വെച്ച് ഇങ്ങനെ ഞൊറിവെടുത്തിട്ട് ആ ഞൊറിവിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ എളുപ്പമുണ്ട്, ഞൊറിവ് അന്നേരം പോകത്തില്ല. അങ്ങനെ ഓരോന്ന് ചെയ്തെടുത്ത് അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവാണ് ഞാൻ. കുറച്ച് താമസമുണ്ട്. വേറെ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങി മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഉച്ച സമയത്തൊക്കെയാണ് ഞാൻ ഈ പരിപാടി ചെയ്തത്. വെറുതെ ഇരിക്കുമല്ല, ആ ഷോള് കുറച്ച് നാൾ കൊണ്ട് സ്റ്റാൻഡിൽ കിടക്കുക. അപ്പോൾ പിന്നെ അത് ഉപയോഗപ്പെടുത്തുന്ന രീതി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുവാണ്. അങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഓരോന്ന് തയ്ച്ചെടുത്തിട്ട് അപ്പം ഞൊറിവെല്ലാം കൂടെ വെച്ച് തയ്ച്ചപ്പോൾ ഏകദേശം ഇങ്ങനത്തെ രൂപം കിട്ടി. ഒരു കർട്ടൻ പോലെ ഇരിക്കുന്നു ആ ഷേപ്പിലാക്കി ഞാൻ എടുത്തു. ഇനി അതിനെ അകത്തോട്ട് മടക്കിയിട്ട് വള്ളി കയറ്റുന്ന രീതിയിൽ അതിനെ തയ്ച്ചെടുക്കണം. ആ മുകൾ ഭാഗം അതിന് വേണ്ടിയിട്ട് ഞാൻ മടക്കി നോക്കുക, എങ്ങനെ കറക്റ്റായിട്ട് രീതിയിൽ അതിനെ വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് മുകൾ ഭാഗത്തോട്ട് വെച്ച് അകത്തോട്ട് മടക്കണം. ആ മുകൾ ഭാഗം അകത്തോട്ട് മടക്കി ഒരു തയ്യലും കൂടെ തയ്ച്ച് 2 തയ്യൽ തയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോവും, പെട്ടെന്ന് പൊട്ടിപ്പോവും കൈത്തയ്യലായതുകൊണ്ട്. അല്ല, ഒരു തയ്യൽ മുകളിൽ കൂടെ നൈസിനങ്ങ് തയ്ച്ചിട്ട് നോക്കുവാണ്. അത് ശരിയാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. തയ്ക്കുന്ന രീതി പെട്ടെന്നില്ല, ഷിഫോൺ പോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് സൂചി പെട്ടെന്ന് കയറി പോകുന്നു. അതുകൊണ്ട് തയ്ക്കാൻ എളുപ്പമുണ്ടായിരുന്നു. കട്ടിയുള്ളതായിരുന്നെങ്കിൽ പെട്ടേനെ, കൊച്ചു സൂചിയല്ലേ ഒടിഞ്ഞേനെ. പക്ഷേ ഇത് നൈസിന് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തയ്യലിൽ ഇരിക്കത്തില്ല. ഒരു തയ്യൽ തയ്ച്ച് കഴിഞ്ഞാൽ ഊരി വരും. അതുകൊണ്ട് രണ്ടാമതൊരു തയ്യലും കൂടെ തയ്ക്കണം. അപ്പം നോക്കിയപ്പോൾ ശരിയാവുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനതിനെ മടക്കി സാവധാനം തയ്ച്ചെടുക്കുകയാണ്. അതിനിടയ്ക്കൂടെ വള്ളി കയറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തയ്ച്ചെടുക്കുന്നത്. അങ്ങനെ വളരെ സമയമെടുത്ത് എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തത് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇച്ചിരി സ്പീഡിൽ ചെയ്തേനെ. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഇച്ചിരി സ്പീഡ് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുവാണേ. വെറുതെ ഇരിക്കുമല്ലയോ എന്ന് കരുതിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ FBയിലൊക്കെ കൈത്തയ്യലും വെച്ച് ഓരോരുത്തർ ടോപ്പും ഇതൊക്കെ തയ്ക്കുന്ന കണ്ടിട്ടാണ് ഞാനിങ്ങനെ തയ്ച്ചത്. അവസാനം കണ്ട തയ്ച്ച് റെഡിയാക്കി വന്ന് ഇനിയിപ്പോൾ ആ 2 ഷോളും കൂടെ ജോയിൻ ചെയ്ത് സ്കേർട്ടിൻ്റെ രൂപത്തിലാക്കി എടുക്കണമല്ലോ. ഇതിനകത്ത് കട്ട് ചെയ്തൊന്നും കളയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഴിച്ച് കളയുകയും ചെയ്യാം. അതിന് ഷോളിനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ആ അവിടം വെച്ച് താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രയും ഓപ്പണിങ് ഇട്ടാലല്ല നമുക്ക് നാട വെച്ചിട്ട് മുറുക്കുമ്പം മുറുകത്തുള്ളൂ. അത്ര ഓപ്പണിങ് സാധാരണ എല്ലാ സ്കേർട്ടിലും കാണുന്ന കണ്ടോണ്ട് ഞാനങ്ങനെ ഇട്ടതാണ്. അങ്ങനെ വെച്ചിട്ട് ബാക്കി താഴോട്ട് കൈത്തയ്യൽ തയ്ച്ച് മുറുക്കി വെക്കാം. ഇത് അറ്റത്തോട്ട് വെച്ച് നല്ല ടൈറ്റ് ചെയ്താണ് തയ്ക്കുന്നത് കേട്ടോ. ഇത് അഴിഞ്ഞു വരത്തില്ല, കുറുക്കിയാണ് തയ്ക്കുന്നത്. ഇത് ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞപ്പോൾ അവസാനം ഈ ലുക്കായി. സ്കേർട്ട് പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന കേട്ടോ. ഇനി അതിന് വള്ളിയിട്ടിട്ട് സ്കേർട്ടിൻ്റെ കൂട്ട് നമ്മൾ ഇട്ട് നോക്കണം. ഏകദേശം ഫൈനൽ പ്രോഡക്റ്റ് ഇതാണ്. നല്ല വൃത്തിക്ക് ഞാൻ 2 തയ്യൽ തയ്ച്ചേ. മുകൾ ഭാഗത്ത് തന്നെ ഞാൻ ഒരു വട്ടവും കൂടി തയ്ച്ച് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചെടുത്തു. അല്ല, അവസാനം അത് ഇട്ട് നോക്കി. അവൾക്ക് വലുതാണ്, എന്നാലും ഡെമോ കാണിക്കാൻ വേണ്ടി ഞാൻ ഇടിയിപ്പിച്ചതാണ്. അവളത് ഫോൾഡ് ചെയ്ത് മുകളിൽ വെച്ചേക്കുക. കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ടല്ലോ. ഷോളൊന്നും പറയുന്നേ ഇല്ല.